അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന നിവേദനം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാന നബി തങ്ങളായിരുന്നു കാന ഇദാ ദഅ സലാസൻ വഇദാ സഅല സലാസൻ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുകയാണെങ്കിൽ 3 തവണ ഒരു വിഷയം തന്നെ ചോദിക്കുമായിരുന്നു, ആവർത്തിച്ച് ചോദിക്കുമായിരുന്നു. വഇദാ സഅല സലാസൻ, ഒരു വിഷയം അല്ലാഹുവോട് ചോദിക്കുമ്പോൾ 3 തവണ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങളൊക്കെ ദുആ ചെയ്യുന്ന അവസരത്തിൽ അതിൽ കൂടുതൽ ശ്രദ്ധയൂന്നി അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നതാണ്. അല്ലാഹുവിന് ചോദിക്കുന്നവരെയാണ് ഇഷ്ടം. നമുക്കൊക്കെ ചോദിക്കുന്നവരെ വെറുപ്പാണ്. എന്തെങ്കിലുമൊക്കെ തരുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമെന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ മടിയാണ്, നമുക്ക് വെറുപ്പൊക്കെയാണ്. അതൊക്കെ മാറ്റണം. അല്ലാഹുവിന്റെ സ്വഭാവങ്ങളാണ് നമ്മളും ഉൾക്കൊള്ളേണ്ടതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിലും പുഞ്ചിരിച്ചുകൊണ്ട് അയാളെ യാത്ര അയക്കാൻ നമുക്ക് കഴിയും. അല്ലാഹുവിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കണം. തന്റെ അടിമ തന്നോട് ചോദിക്കുന്ന ആ ശബ്ദം അത് അല്ലാഹു കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിലുണ്ട്, ഇന്ന അല്ലാഹു തആല യുഹിബ്ബുൽ മുലിഹീന ഫി ദുആ. ദുആയിൽ വീണ്ടും വീണ്ടും ഒരേ വിഷയം തന്നെ ആവർത്തിച്ച് അല്ലാഹുവോട് തരണേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരെ അല്ലാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരേ വിഷയം തന്നെ നമുക്ക് കിട്ടിയില്ലെങ്കിലും വീണ്ടും വീണ്ടും ചോദിക്കുക എന്നത് അത് ചോദ്യത്തിന്റെ അദബാണ്, ദുആഇന്റെ അദബാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അനുസ്മരിക്കാനുള്ള സമയമാണ് ഇപ്പോൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര വർഷമാണ് ഒരു കുഞ്ഞിന് വേണ്ടി ദുആ ചെയ്തത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മകനെ കൊടുത്തതോ ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ അവസാന നാളിലാണ് കൊടുത്തത്. ഖലീലുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം, ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിനെ കൊടുത്തു. അപ്പോ ഒരുപാട് ചോദിക്കുക എന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ആ ചോദ്യം അത് ആവർത്തിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമായിരുന്നു. മുവല്ലിഫുൽ അജ്ലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നു, ലഖദ് സഅൽതുല്ലാഹ ഹജത്തൻ, ഞാൻ ഒരു ആവശ്യം അല്ലാഹുവോട് നിരന്തരം ചോദിച്ചു. എത്ര വർഷം? മുൻദു 20 സന, 20 വർഷമായി ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 20 തവണ അല്ല, 20 ആഴ്ച അല്ല, 20 വർഷം ഞാൻ ഒരു ആവശ്യം തന്നെ ചോദിച്ചു. ഫമാ ഉഅ്തിതുഹ, എനിക്കത് കിട്ടിയില്ല. വലാ അയസ്തു മിൻഹ, എന്നാ ഞാൻ ചോദ്യം നിർത്തിയോ? ഇല്ല, ഞാൻ വീണ്ടും അത് തന്നെ അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണ്, അതാണ് മുഅ്മിനിന്റെ സ്വഭാവം ഉണ്ടാവേണ്ടത്. ചോദ്യത്തിൽ ദുആയിൽ ഒരിക്കലും ധൃതി കാണിക്കരുതെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇസ്തജാബു ലിൽ അബ്ദി മാ ലം യദഉ ബിഇസ്മിൻ ഔ ഖതിഅത്തി റഹ്മി. കുടുംബ ബന്ധം വിച്ഛേദിക്കുകയോ തിന്മയോ ചോദിക്കാത്ത കാലത്തോളം അല്ലാഹു ഒരു മുഅ്മിനിന് ദുആക്ക് ഇജാബത്ത് നൽകും. മാ ലം യസ്തഅജിൽ, അവൻ ധൃതി കാണിച്ചിട്ടില്ലെങ്കിൽ. സ്വഹാബത്ത് ചോദിച്ചു, നബിയെ മൽ ഇസ്തിജാൽ, എന്താണ് ധൃതി? എങ്ങനെ ഇപ്പോ ദുആയിൽ ധൃതി ഉണ്ടാവുന്നത്? നബി തങ്ങൾ പറഞ്ഞു, യഖൂൽ, ഒരു അടിമ പറയും, അത് ദഅഅതു ഞാൻ എത്രയാണ് വരക്കുന്നത്, ഫലം മറ ഇസ്തജീബു ലി, എനിക്ക് ഉത്തരവൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ ഞാൻ ഇനി വരക്കുന്നു, ഞാൻ ഇപ്പൊ ചോദിച്ചിട്ട് ഞാൻ അല്ലാഹു തരുന്നില്ല എന്ന ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചോദിച്ചാൽ അല്ലാഹു തരാതിരിക്കില്ല. അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ എന്താണോ ഭാവിക്കുന്നത്, അന ഇൻദ ദന്നി അബ്ദി ബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള അത് തരുന്നതാണ്. അത് അള്ളാഹിനോട് ഇപ്പൊ ഞാൻ ചോദിച്ചിട്ട് കിട്ടൂല, ഞാൻ തന്നെ കിട്ടൂല. അള്ളാഹിനെ കുറിച്ച് നമ്മുടെ ധാരണ ആദ്യം ശരിയാക്കണം. അള്ളാഹു നമുക്ക് തരും, നമുക്ക് ചോദിക്കാനുള്ളവനല്ലേ അള്ളാഹ്. അള്ളാഹിനോടല്ലാതെ നമുക്ക് ആരോടാ ചോദിക്കാനുള്ളത്? അപ്പൊ അള്ളാഹു നമുക്ക് തരും. ആ പടച്ച റബ്ബിന്റെ മുന്നിൽ അവന്റെ ദർബാറിലേക്ക് നമ്മൾ ഹരജികൾ സമർപ്പിച്ചാൽ, കേണപേക്ഷിച്ചാൽ, കരഞ്ഞെന്ന് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് തരും എന്ന ബോധം നമുക്കുണ്ടാകും. ഇനി ഒരാൾക്ക് ദുആക്ക് ഇജാബത്ത് കിട്ടിയില്ലെങ്കിലും അതിനും നേട്ടമുണ്ട്. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് അല്ലാഹു തആല നൽകുന്നത്. ഇമ്മാ അൻ യുഅജ്ജില ലഹു ദഅവതഹ, ഒന്നുകിൽ അവൻ ചോദിച്ചാൽ ഉടനടി അല്ലാഹു തആല അവന് നടപ്പിലാക്കി കൊടുക്കും. അതിന്റെ റിസൾട്ട് കിട്ടും, ജീവിതത്തിൽ പെട്ടെന്ന് തന്നെ ലഭിക്കും. വ ഇമ്മാ അൻ യുഅഖിറഹ ലഹു ഫിൽ ആഖിറ, അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് അതെടുത്തു. അപ്പൊ ദുനിയാവിൽ അല്ലാഹു കൊടുക്കൂല, ആഖിറത്തിലേക്ക് അല്ലാഹു അതിലും വലിയ സന്തോഷം നൽകാൻ, വലിയ പദവി നൽകാൻ അല്ലാഹു തആല തയ്യാറായിട്ടുണ്ട്. നമ്മളെ ആദരിക്കാൻ, അവിടെ നമുക്ക് കിട്ടാൻ വേണ്ടി അല്ലാഹു തആല ഇവിടെ നൽകാതെ അല്ലാഹു നമുക്ക് സബർ നൽകാൻ വേണ്ടി അല്ലാഹു ആഖിറത്തിലേക്ക് എടുത്തു. ഇനി മൂന്നാമത് വഹിമാ അൻ യസ്രിഫ അൻഹു മിന സൂഇ മിസ്ലിഹ, ഒന്നുകിൽ അവന് വരുന്ന ബലാകൾ, മുസീബത്തുകൾ, രോഗങ്ങൾ, ഇതൊക്കെ
തട്ടിമാറ്റിക്കളയും. നമ്മൾ ചോദിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ അതിനേക്കാൾ വലുത് നമുക്ക് വരാനുണ്ടായിട്ടുണ്ടാവും. അതൊക്കെ അല്ലാഹു തആല തട്ടിമാറ്റിക്കളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഈ 3 വലിയ കാര്യം മറ്റു ഹദീസിൽ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു. അപ്പൊ ഈ പ്രധാനമായ 3 നേട്ടങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ആരും ദുആ ചെയ്ത് നിരാശരാകരുത്. എനിക്ക് കിട്ടിയില്ലല്ലോ, ഞാൻ ചോദിച്ചിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ. നാളെ ആഖിറത്തിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ സന്തോഷിക്കുക, അവിടുന്ന് കിട്ടാത്തത് നന്നായി, ഇവിടുന്ന് ഇതാ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു എന്ന്. അപ്പൊ ആ ഒരു മനോഭാവം നമുക്ക് വേണം. ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. പടച്ച റബ്ബ് നമ്മളെ കൈവിടൂല എന്ന ഒരു മനസ്സ് എപ്പോഴും നമുക്ക് വേണം. അല്ലാഹു ആ മനസ്സ് നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. ആ പ്രതീക്ഷയുടെ മനസ്സുകൊണ്ട് ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു ഞങ്ങൾ പറഞ്ഞു കേട്ടതെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്.